ഇപ്പം നമ്മൾ വിമൻസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈവൻ ഈ ചൈൽഡ് പോലും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവുന്നത്. ദേ ഗെറ്റ് അബ്യൂസ്ഡ് അല്ലേ? അപ്പം ബീങ് ആൻ ഓഫീസർ, വാട്ട് ഓൾ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് അഗെയിൻസ്റ്റ് ദാറ്റ്? സോ ഐ തിങ്ക് അതുകൊണ്ടാണ് ഞാനൊരു ഇഷ്യൂ പറഞ്ഞത്. മീനോ നമ്മൾ വളരെയധികം അണ്ടർപ്ലേ ചെയ്യുന്ന, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് ശരിക്കും. യുനോ ഇൻ പ്രൈവറ്റ് വെൻ യു ആസ്ക് പീപ്പിൾ, മിക്കവാറും എല്ലാ കുട്ടിക്കും കേരളത്തിൽ അങ്ങനെ ഒരു അനുഭവം ഏതെങ്കിലും ഒരു പ്രായത്തിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് മൈറ്റ് ബി എ വെരി സ്മോൾ തിങ്. ബസ്സിൽ പോകുമ്പോൾ ഇടുപ്പിലൊന്ന് നുള്ളുക ഒരു ചെറിയ കാര്യമായിരിക്കും. യുനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും കണ്ട് ഒന്ന് തോള് ഇടിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ അതല്ല, ഇപ്പം മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു ഒബ്സീൻ ചിത്രം എടുത്ത് ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും വൃത്തിയായിട്ട് ഒരു കമന്റ് പറയുക. അങ്ങനെ പല ടെക്നോളജി വളരുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഇത്തരം ക്രൈംസും ശരിക്കും വളരുകയാണ്. ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ തന്നെ ലോട്ട്സ് ഓഫ് ആക്ച്വലി പ്രോബ്ലംസ് ആർ ദെയർ. അപ്പം നമ്മൾ ശരിക്കും അതൊന്നും പുറത്ത് പറയാനുള്ളൊരു ധൈര്യം പോലും പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. സോ ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ഓൾ ദ വിമൻ ആൻഡ് ഗേൾസ് ഔട്ട് ദെയർ. നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നെങ്കിലും ലോകം ആദ്യം അറിയണം. അതിനുശേഷമേ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. നമ്മൾ ബിഹൈൻഡ് ദ ഡോർസ് മാത്രം ഇങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. സോ ഐ തിങ്ക് ആസ് എൻ ഓഫീസർ ദ ഫസ്റ്റ് തിങ് ഐ വുഡ് ഡു ഇസ് ടു give them a forum for sharing their stories. പെൺകുട്ടികൾ അവരനുഭവിക്കുന്ന ചെറിയ ചെറിയ എവറിഡേ സെക്സിസം എന്നൊരു ടേം ഉണ്ട് ഇംഗ്ലീഷിൽ. മൈറ്റ് ബി വെരി സ്മോൾ തിങ്സ്. പക്ഷേ ഒരു പെണ്ണായതുകൊണ്ട് നിനക്ക് അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിനക്കൊരു അസൗകര്യം കൂടുതലുണ്ട് എന്നുള്ള ഒരു ഇറ്റ്സ് എ ട്രെൻഡ് ആക്ച്വലി അക്രോസ് ദ വേൾഡ്. ഇറ്റ്സ് ദെയർ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ലോകത്തിനോട് എടുത്ത് പറയാനൊരു അവസരം കൊടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ആദ്യം ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് തിങ് വുഡ് ബി ടു എംപവർ ദം. ഇപ്പം നമ്മൾ ചിൽഡ്രൻ്റെ കാര്യത്തിലായാലും എല്ലാ സ്ത്രീകളുടെ കാര്യത്തിലായാലും തന്നെ എപ്പോഴും നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. ബട്ട് ഐ തിങ്ക് ദറ്റ്സ് എ വെരി റോങ് കോൺസെപ്റ്റ്. സ്ത്രീയും കുട്ടിയും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളാകരുത്. നമുക്ക് സ്വയം നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടാകണം ശരിക്കും. അപ്പോൾ ആ കഴിവ് വളർത്തുകയാണ് വേണ്ടത്. കുട്ടികളായാലും സ്ത്രീകളായാലും ഒക്കെ തന്നെ. കോട്ടയത്ത് ആക്ച്വലി വൺ ഓഫ് ദ പ്രോജക്ട്സ് ദറ്റ് വി ഡിഡ് പോലീസുമായിട്ട് ചേർന്നിട്ടായിരുന്നു. പോലീസിൻ്റെ ഒരു പ്രോജക്റ്റ് കുടുംബശ്രീയും പോലീസും ഞങ്ങളും കൂടെ ചെയ്തതായിരുന്നു. അപ്പം സെൽഫ് ഡിഫെൻസിനുള്ള മെത്തേഡ്സ് കുടുംബശ്രീ ആളുകളിലൂടെ, കുടുംബശ്രീയിലെ അംഗങ്ങളിലൂടെ നമ്മൾ സ്ത്രീകളെ എല്ലാവരെയും അവിടുത്തെ എല്ലാ കോളേജിലെയും കുട്ടികളെ സെൽഫ് ഡിഫെൻസിനുള്ള ഒരു കോഴ്സ് പഠിപ്പിച്ചു. ഇറ്റ്സ് എ 2 week കോഴ്സ്, വെരി കണ്ടെയ്ൻഡ്. എന്ന് വെച്ചാൽ അങ്ങ് പോയി എല്ലാവരെയും അടിച്ചു വീഴ്ത്താൻ പറ്റുന്നൊന്നുമല്ല, സിനിമ സ്റ്റണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആരെങ്കിലും പെട്ടെന്നൊന്നും ദ്രോഹിക്കാൻ വന്നാൽ നമുക്ക് എങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്നുള്ളതിന് മനസ്സിലൊരു കോൺഫിഡൻസ് എങ്കിലും നമുക്ക് വരും എന്നാണ് എനിക്ക് ശരിക്കും. വിമൻ എംപവർമെന്റ് പറഞ്ഞല്ലോ, അതിനെ ബേസ് ചെയ്താണോ ശരിക്കും ദിവ്യ ഒരു ബുക്ക് തന്നെ എഴുതിയത്? അതെ, ദർ ഇസ് വൺ ബുക്ക് ദാറ്റ് വാസ് മൈ സെക്കൻഡ് ബുക്ക്. അപ്പോൾ അത് ഇറ്റ്സ് കോൾഡ് ദി ഇന്ത്യൻ വുമൻ. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. ആൻഡ് സോ വാട്ട് വി ഡിഡ് വാസ്, ഞങ്ങൾ ഭാരതത്തിലെ വളരെ പ്രശസ്തമായ അച്ചീവേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള കഥകളായിരുന്നു ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 20 സ്ത്രീകളെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയും അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ പിന്നിലെ ശക്തി അല്ലെങ്കിൽ ഒരു താങ്ങ് എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു എക്സസൈസും കൂടിയായിരുന്നു അത്. ഒരു പുരുഷൻ തീർച്ചയായിട്ടും ഒരുപാട് ധൈര്യം അവർക്ക് നൽകിയിട്ടുണ്ട്. സോ ഐ തിങ്ക് പുരുഷന്മാർക്ക് അവരവരുടെ മക്കളായാലും ഭാര്യമാരായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഇഫ് യു വാണ്ട് യുവർ വിമൻ ടു മേക്ക് എ മാർക്ക് ഫോർ ദെംസെൽവ്സ്, യു ക്യാൻ ഈസിലി സ്റ്റിർ ദം അപ്പ്. അവർക്ക് ആ ഒരു എനർജി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. സോ സെക്കൻഡ് ബുക്ക് ഫസ്റ്റ് ബുക്ക് പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. അത് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് DC ബുക്സ് ഇത്രയും പഠിക്കുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ എഴുതാനും സമയമുണ്ട്. ഹൗ ഡു യു ഫൈൻഡ് ദിസ് ടൈം ഹിയർ? ആക്ച്വലി ഞാൻ അത്രയും പഠിച്ചത് കൊണ്ട് ഐ തോട്ട് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമാകട്ടെ. ശരിക്കും ആ ബുക്ക് വായിച്ച ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് ഒരു ഗൈഡ് ഇതാവോ? അതെ തീർച്ചയായും. റിയലി ലോട്ട്. ഇത്രയും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത്, ബട്ട് ഐ നീഡ് എ റിലീഫ്. ദാറ്റ് മീൻസ് ഐ നീഡ് എ വെരി ഗുഡ് സോങ് ഫ്രം യു. വൈ?
ഇതൊന്നും എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊന്നും പറയാൻ ഒക്കെയല്ല. ബിക്കോസ് ഒരിക്കലും ഒരു ഫസ് കാണിക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് എവ്രി വൺ നോസ്, ഈച്ച് ആൻഡ് എവ്രി മലയാളി നോസ് ദാറ്റ് യു സിംഗ്സ് എ ലോട്ട്. ഒരു 2 വരി മതി. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടൊത്തു പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാട്.